ഫസ്റ്റ് സെമസ്റ്റർ BSc നവംബർ 2019 ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് പാർട്ട് എയിൽ വരുന്ന 12 ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിൽ വരുന്ന 2 ക്വസ്റ്റ്യൻസും, അതായത് 14 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എയിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് CSO ആൻഡ് DES. CSO എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. DES is Directorate of Economics and Statistics. Second question, define qualitative and quantitative data. Qualitative data is the information about qualities. അതായത് ക്വാളിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ലൈക്ക് ബ്യൂട്ടി, ഇൻ്റലിജൻസ്, സിൻസിയാരിറ്റി, നാഷണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ദിസ് ഡാറ്റ cannot be measured directly. Qualitative data can be further classified into nominal and ordinal data. ക്വാളിറ്റേറ്റീവ് ഡാറ്റേനെ നമ്മൾ ഫർദറായിട്ട് നോമിനൽ ഡാറ്റ പറഞ്ഞാൽ നെയിംസ്, ലേബിൾസ് ഒക്കെ കാണിക്കുന്ന ഡാറ്റയായിട്ടും, ഓർ ഓർഡിനൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓർഡറിനെ കാണിക്കുന്നത്, ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറയില്ലേ, അത്തരം ഡാറ്റാസൊക്കെ ആയിട്ട് ആരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ക്വാണ്ടിറ്റീസ്. അതായത് ക്വാണ്ടിറ്റീസിനെ കുറിച്ചിട്ട് ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെയാണ് എന്തു പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഹൈറ്റ്, വെയ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡാറ്റയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഇറ്റ് ഈസ് എ ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഡയറക്ട്ലി മെഷേർഡ് ആൻഡ് ക്യാൻ ബി റിട്ടൺ ഡൗൺ ഇൻ നമ്പേഴ്സിൽ എഴുതാൻ പറ്റുന്ന ഡാറ്റ. Quantitative data can be further classified as discrete or continuous. Discrete data അല്ലെങ്കിൽ continuous data എന്നുകൊണ്ട് അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്തത് ഡിഫൈൻ ടൈം സീരീസ് ഡാറ്റ. ടൈം സീരീസ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡാറ്റ ദറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ ഓർ ഇൻ ഓർഡർ ഓഫ് ടൈം. ടൈമിൻ്റെ ഓർഡറിൽ നമ്മളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൈം സീരീസ് ഡാറ്റ. പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻ ഡിഫറെൻറ്റ് ഇയേഴ്സ് ഇസ് ആൻ എക്സാമ്പിൾ. അവർലി ടെമ്പറേച്ചർ ഇൻ എ സിറ്റി, മന്ത്ലി റെയിൻഫോൾ ഇൻ ആൻ ഏരിയ. അപ്പോൾ മന്തിൻ്റെ ബേസിസിൽ റെയിൻഫോളിൻ്റെ വാല്യൂസ്, അല്ലെങ്കിൽ അവറിൻ്റെ ബേസിസിൽ ഒരു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഇയറുകളുടെ ബേസിസിലുള്ള പോപ്പുലേഷൻ, ഇതെല്ലാം തന്നെ ടൈം സീരീസ് ഡാറ്റയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സെൻട്രൽ ടെൻഡൻസി ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആവറേജ്. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം ആദ്യം. ദ പ്രോപ്പർട്ടി ഓഫ് ദ ഒബ്സർവേഷൻസ് ഇൻ എ ഡാറ്റ ടു ക്ലസ്റ്റർ ഓർ കോൺസെൻട്രേറ്റ് അറൗണ്ട് എ സെൻട്രൽ വാല്യൂ ഈസ് നോൺ ആസ് സെൻട്രൽ ടെൻഡൻസി. അതായത് ഡാറ്റയിൽ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയിൽ നമ്മൾ ഒരുപാട് നമ്പേഴ്സിനെയാണ് ഡീൽ ചെയ്യുന്നത്. ആ നമ്പേഴ്സിന് ഒരു സെൻട്രൽ വാല്യൂ, ഒരു നമ്പറിൻ്റെ ചുറ്റും കൂടി നിൽക്കാൻ കാണിക്കുന്ന ഒരു ടെൻഡൻസിനെ, ക്ലസ്റ്റർ ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ കാണിക്കുന്ന ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ടെൻഡൻസി. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് സെൻട്രൽ ടെൻഡൻസി. ഇനി എന്താണ് ഒരു ആവറേജ്? ആവറേജിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പം മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ വിച്ച് റെപ്രസെൻറ്റ്സ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂമറിക്കൽ വാല്യൂസ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ സെൻട്രൽ വാല്യൂ അറൗണ്ട് വിച്ച് ഓൾ ദി അതർ വാല്യൂസ് ഓഫ് ദി ഡാറ്റ ക്ലസ്റ്റർ. അപ്പം മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ വാല്യൂ or a single number that represents the whole set of numbers. അപ്പോൾ ആ സെൻട്രൽ നമ്പറിന് ചുറ്റുമാണ് നമ്മളുടെ ബാക്കിയുള്ള ഒബ്സർവേഷൻസ് എല്ലാം ക്ലസ്റ്റർ ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന പേര് കൂടി ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 10 ഒബ്സർവേഷൻസ് വിത്ത് മീൻ 4 ആൻഡ് വേരിയൻസ് 36? അപ്പം നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 10 ഒബ്സർവേഷൻസ് ആണ്. സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം നമ്മൾ സാധാരണ നമ്മളെ കയ്യിലുള്ള ഒബ്സർവേഷൻസിന് നമ്മൾ x1, x2 എക്സെട്ര xn ഒബ്സർവേഷൻസ് ആണുള്ളെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? x1, x2 എക്സെട്ര xn എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മളടുത്ത് 10 ഒബ്സർവേഷൻസ് ആണുള്ളത്. ഹിയർ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് n is equal to 10 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ആ ഒബ്സർവേഷൻസിൻ്റെ മീൻ 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസിൻ്റെ മീൻ എന്ന് പറയുന്നത് അർത്തമാറ്റിക് മീൻ.
അത് എക്സ് ബാർ ഇസ് ഈക്വൽ ടു 4 എന്ന് തന്നിട്ടുണ്ട്. വേരിയൻസ് ഇസ് ഈക്വൽ ടു 36. അപ്പോൾ വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറാണ്. അപ്പോൾ വേരിയൻസിനെ നമ്മൾ രണ്ട് രീതിയിൽ എഴുതും. വേരിയൻസ് സിഗ്മ സ്ക്വയറിനെ നമ്മൾ രണ്ട് രീതിയിൽ എഴുതും. ഐദർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് സമ്മേഷൻ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇതിനൊപ്പം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുകയാണെന്ന് വെച്ചാൽ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വേരിയൻസിനെ എഴുതാം. അപ്പം ഇവിടെ ഇങ്ങനെ വേരിയൻസിനെ എഴുതുമ്പോൾ നമുക്ക് ഈ കേസിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ ഫോർമുലയാണ്. കാരണം ഇവിടെ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എന്നൊക്കെ വരുന്നുണ്ട്. സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ എന്ന് പറയുന്നതാണ് നമ്മൾ സം ഓഫ് സ്ക്വയേഴ്സ്, സ്ക്വയറുകളുടെ എക്സ് ഐകളുടെ സ്ക്വയറുകളുടെ സം. ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് വരുന്ന ഫോർമുല ഈ സെക്കൻഡ് ഫോർമുലയാണ്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾക്കോട് പറഞ്ഞിട്ടുണ്ട് വേരിയൻസ് ഇസ് ഈക്വൽ ടു 36 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. എൻ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ. മൈനസ് എക്സ് ബാർ സ്ക്വയർ, എക്സ് ബാർ 4 എന്നിട്ടുണ്ട്. 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 36 എന്നാണ് ഇവിടെ കിട്ടുന്നത്. ദറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ബൈ 10 മൈനസ് 4 സ്ക്വയർ 16 ഇസ് ഈക്വൽ ടു 36. or summation xi square by 10 is equal to 36 minus 16 എവിടേക്ക് കൊണ്ടുവരുന്നു plus 16 and this is equal to 52. അപ്പോൾ summation xi square by 10 is equal to 52 എന്ന് കിട്ടി. Therefore what is summation xi square? Summation xi square is equal to 52 into 10 which is equal to 520. അപ്പോൾ സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ കിട്ടി. സമ്മേഷൻ എക്സ് ഐ സ്ക്വയർ ആണ് നമ്മളെ സം ഓഫ് സ്ക്വയേഴ്സ്. സം ഓഫ് സ്ക്വയേഴ്സ് ഇസ് 520 എന്നുള്ള ആൻസറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എച്ച് സ്പ്രെഡ് ആൻഡ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് അപ്പർ ആൻഡ് ലോവർ ഇന്നർ ഫെൻസസ്. അപ്പോൾ ഇവിടെ എച്ച് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എച്ച് സ്പ്രെഡ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽസ്. ഫസ്റ്റും തേർഡ് ക്വാർട്ടൈൽസിൻ്റെ ഡിഫറൻസ് Q3 മൈനസ് Q1നെയാണ് നമ്മൾ എച്ച് സ്പ്രെഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നുള്ള വാക്കുകൂടി ഉപയോഗിക്കും. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഇൻ്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നുള്ള പേര് കൂടി എളുപ്പറി. അപ്പോൾ ദിസ് ഇസ് എച്ച് സ്പ്രെഡ്. ഇനി നമ്മളോട് ചോദിക്കുന്നത് അപ്പർ ആൻഡ് ലോവർ ഇന്നർ ഫെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ലോവർ ഇന്നർ ഫെൻസ് കാണാനുള്ള ഫോർമുല Q1, അതായത് ഫസ്റ്റ് ക്വാർട്ടൈൽ മൈനസ് 1.5 ഇൻറ്റു എച്ച് സ്പ്രെഡ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോവർ ഇന്നർ ഫെൻസ്. Q1 എന്ന് 1.5 ടൈംസ് എച്ച് സ്പ്രെഡിനെ മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോവർ ഇന്നർ ഫെൻസ്. അപ്പർ ഇന്നർ ഫെൻസ് കാണാനുള്ള ഫോർമുലയോ Q3, അതായത് തേർഡ് ക്വാർട്ടൈലിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യണം? 1.5 ടൈംസ് എച്ച് സ്പ്രെഡ് ആഡ് ചെയ്താലാണ് അപ്പർ ഇന്നർ ഫെൻസ് കിട്ടുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇതേമാതിരി കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ എഴുതാം, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതാം, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇതെല്ലാം റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനാണ്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കേർവ് ഫിറ്റിംഗ്. നമ്മൾ ഫിറ്റിംഗ് ഓഫ് കേർവ്സ് അല്ലെങ്കിൽ കേർവ് ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കണം. കേർവ് ഫിറ്റിംഗ് വരുന്നത് ബൈവേരിയേറ്റ് ഡാറ്റയിലാണ്. അതായത് ബൈവേരിയേറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എക്സ് വാല്യൂസും വൈ വാല്യൂസും തന്നിരിക്കുന്ന ഡാറ്റയാണ്. രണ്ട് സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത്തരം ഡാറ്റയിലാണ് നമ്മൾ കേർവ് ഫിറ്റിംഗ് നടത്തുന്നത്. നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂസിനോട് ഏറ്റവും മാച്ച് ആകുന്ന ഒരു കേർവ് കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. The fitting of curve to a, നമുക്ക് നോക്കാം, it's a given data refers to finding the most appropriate curve which fits the given data. തന്നിരിക്കുന്ന ഡാറ്റയുടെ ഏറ്റവും മാച്ച് ആവുന്ന, ചിലപ്പോൾ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കാം, ചിലപ്പോൾ പരാബോള ആയിരിക്കാം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേർവ് ആയിരിക്കും. അപ്പോൾ അതിന് മാച്ചായിട്ടൊരു കേർവിനെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കേർവ് ഫിറ്റിംഗ് എന്ന് പറയുന്നത്. സച്ച് എ കേർവ് ഇസ് കോൾഡ് ദ കേർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ്. അത്തരം കേർവിനെ കേർവ് ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയും. അപ്പോൾ ലൈൻ ആണിച്ചാൽ നമ്മൾ പറയും ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ,
two regression coefficients cannot be greater than one simultaneously. Justify. അതായത് രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഒരേ സമയം ഒന്നിനെക്കാട്ടും കൂടുതൽ വാല്യൂ എടുക്കില്ല എന്നാണ് പറയേണ്ടത് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമുക്കറിയാം നമ്മളടുത്തുള്ള രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉണ്ട്. ഒന്ന് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ്. ദിസ് ഇസ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സിനെ നമ്മൾ ബി വൈ എക്സ് എന്നാണ് എഴുതുന്നത്. അതേപോലെ മറ്റൊരു റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്. ഇറ്റ് ഈസ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ ഉള്ള റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ എഴുതുന്നത് ബി എക്സ് വൈ എന്നാണ്. അപ്പോൾ ഈ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളും ഒരേ സമയത്ത് ഒന്നിനെക്കാട്ടും കൂടാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നോക്കാം. അപ്പോൾ നമുക്കറിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു റിഗ്രഷൻ കോഎഫിഷ്യൻസ് ബി വൈ എക്സ് ഇൻറ്റു ബി വൈ എക്സ് വൈ എന്നെടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളും തമ്മിലുള്ള റിലേഷൻ. അല്ലെങ്കിൽ ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഈ റിലേഷൻ നോക്കുകയായിട്ടാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എപ്പോഴും -1-ൻ്റെയും +1-ൻ്റെയും ഇടയിലായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലേക്ക്. കാരണം ആർ സ്ക്വയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് എല്ലാം പോസിറ്റീവായി മാറുമല്ലോ. അതുകൊണ്ട് ആർ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലായിരിക്കും. അതായത് ആർ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും ഒന്നിനെക്കാട്ടും കുറവായിരിക്കും, ഒന്നിനെക്കാട്ടോ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ബി വൈ എക്സിലോ ബി എക്സ് വൈയിലോ ഏതെങ്കിലും ഒരാൾക്ക് വേണിച്ചാൽ ഒന്നിനെക്കാട്ടും കൂടാം. പക്ഷെ രണ്ടുപേരും ഒന്നിനെക്കാട്ടും വലിയൊരു വാല്യൂ ആണ് വരുന്നതെങ്കിൽ എന്ത് പറ്റും? ആർ സ്ക്വയർ ഒന്നിനെക്കാട്ടും, ഇവിടെ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് ആർ സ്ക്വയർ ആണ് വേണ്ടത്, അത് എന്തായിട്ട് മാറും? ഒന്നിനെക്കാട്ടും വലിയൊരു വാല്യൂ വരും. പക്ഷെ അത് പറ്റുമോ? ഇല്ല. എപ്പോഴും ആർ സ്ക്വയർ എന്തായിരിക്കണം? ഒന്നിനെക്കാട്ടും ചെറുതായിരിക്കാം. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും, അതായത് ബി വൈ എക്സിനും ബി എക്സ് വൈക്കും ഒരേ സമയം അതിൻ്റെ വാല്യൂ ഒരിക്കലും ഒന്നിനെക്കാട്ടും കൂടാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ 4 കമ്പോണൻറ്റ്സ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസിനുള്ള 4 കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 is സെക്യുലർ ട്രെൻഡ് ഓർ സിംപ്ലി ട്രെൻഡ്, വെറും ട്രെൻഡ് എന്നും നമുക്ക് പറയാം. മറ്റൊന്ന് സീസണൽ വേരിയേഷൻസ്, ആൻഡ് അടുത്തത് സൈക്ലിക് വേരിയേഷൻ, ആൻഡ് 4th one is ഇറഗുലർ വേരിയേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് 4 കമ്പോണൻറ്റ്സ് ഓഫ് ടൈം സീരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ സീസണൽ വേരിയേഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത് ടൈം സീരീസിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പം അതായത് ടൈം സീരീസ് ഡാറ്റയിൽ വരുന്ന വേരിയേഷനുള്ള ഒരു കാരണം, അതാണ് സീസണൽ വേരിയേഷൻ. അപ്പോൾ എന്താണ് സീസണൽ വേരിയേഷൻ നോക്കാം. ദീസ് വേരിയേഷൻസ് ഇൻ ടൈം സീരീസ് ആർ ഡ്യൂ ടു പീരിയോഡിക് മൂവ്മെൻറ്റ്സ് വിത്ത് പീരിയഡ് ലെസ് ദാൻ എ ഇയർ. പീരിയോഡിക് മൂവ്മെൻറ്റ്സ് ആണ്, അതായത് ഒരു വർഷത്തിനെക്കാട്ടും കുറവ് പീരിയഡുള്ള പീരിയോഡിക് മൂവ്മെൻറ്റ്സ് ആണ് എന്ത്? സീസണൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ദ സീസണൽ വേരിയേഷൻ മേ ബി ആട്രിബ്യൂട്ടഡ് ടു ദ ഫോളോയിങ് കോസസ്. ഈ ഓരോ കൊല്ലത്തിൻ്റെ ഇടയിൽ വരുന്ന വ്യതിയാനങ്ങളാണ് നമ്മൾ സീസണൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. ദോസ് റിസൾട്ടിങ് ഫ്രം നാച്ചുറൽ ഫോഴ്സസ്, അതായത് ഇപ്പം മഴക്കാലം വരുന്നു, സമ്മർ സീസൺ വരുന്നു, അപ്പം ഓരോ സെയിൽസിനൊക്കെ വരുന്ന വ്യത്യാസങ്ങളുണ്ട്. അപ്പം മഴക്കാലത്ത് കുടയുടെ വിൽപ്പനകൾ കൂടുന്നു, വേനൽക്കാലത്ത് ഇപ്പോൾ എ സിയുടെ വിൽപ്പനകൾ കൂടുന്നു അല്ലേ. അപ്പോൾ ആ സെയിൽസിൻ്റെ വാല്യൂ ആ മഴക്കാലം വരുമ്പം അംബർലയുടെ എല്ലാം സെയിൽസ് ഉയരും, മഴക്കാലം കഴിഞ്ഞാൽ വീണ്ടും അത് താഴേക്ക് പോകും അല്ലേ. അത്തരം വേരിയേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീസണൽ വേരിയേഷൻ. അപ്പോൾ അതിനുള്ള ഒരു കാരണം, ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ് വേരിയസ് സീസൺസ് ഓർ വെതർ കണ്ടീഷൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ചസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സീസണൽ മൂവ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിൽസ് ഓഫ് അംബ്രലാസ് ഇൻക്രീസ് ഇൻ റെയിനി സീസൺ, ഡിമാൻഡ് ഓഫ് എയർ കണ്ടീഷണേഴ്സ് ഗോ അപ്പ് ഇൻ ദ സമ്മർ സീസൺ എക്സെട്ര. പിന്നെ മറ്റൊരു കാരണം സീസണൽ വേരിയേഷൻ, ദോസ് റിസൾട്ടിങ് ഫ്രം മാൻമെയ്ഡ് കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻസ്. നമ്മൾ ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ വിൽപ്പനകളൊക്കെ കൂടുമല്ലോ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീസ് വേരിയേഷൻസ് ഇൻ ടൈം സീരീസ് ആർ ഡ്യൂ ടു ഹാബിറ്റ്സ്, കസ്റ്റംസ് ആൻഡ് കൺവെൻഷൻസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. For example, the sales of clothes go up in festival seasons.
അല്ലെ. ഫെസ്റ്റിവലിൻ്റെ ഏരിയയിൽ നമ്മൾ കൂടുതൽ പിന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നു, അപ്പോൾ സെയിൽസ് കൂടും. ഓണം, വിഷു, ബക്രീദ്, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ വസ്ത്രങ്ങൾ വാങ്ങും. ആ സീസൺ കഴിഞ്ഞാൽ അതിൻ്റെ അത്ര സെയിൽസ് ഉണ്ടാവില്ല അല്ലേ. സെയിൽസ് ഓഫ് ജ്വല്ലറി ഗോസ് അപ്പ് ഡ്യൂറിങ് മാരേജ് സീസൺസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് സീസണൽ വേരിയേഷൻസ്. നമ്മൾ പാർട്ട് ബി ആണ് നോക്കുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓഫ് NSSO. ദ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, അതാണ് NSSO. ഇറ്റ്സ് കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPI എന്ന് പറയും. മിനിസ്ട്രി ഓഫ്, നമ്മൾ പറയാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഓഫീസാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഇറ്റ് ഈസ് ഹെഡഡ് ബൈ ഡയറക്ടർ ജനറൽ, ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്ട് ഓഫ് ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേസ് ഇൻ ഡൈവേഴ്സ് ഫീൽഡ്സ്. ലാർജ് സ്കെയിൽ സാമ്പിൾ സർവേസ് നടത്തുകയാണ് NSSOൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, ഓൾ ഇന്ത്യ ബേസിസിൽ. Primarily, data are collected through nationwide household surveys on various socio-economic subjects. ഇപ്പം ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഹൗസ് സർവേസ് വെച്ചിട്ടാണ്. സോഷ്യോ എക്കണോമിക് സർവേസാണ് മെയിനായിട്ട് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് എക്സെട്ര. ബിസൈഡ്സ് ദീസ് സർവേസ്, NSSO collects data on rural and urban prices and plays a significant role in the improvement of crop statistics through supervision of the area enumeration and crop estimation surveys of state agencies. It also maintains a frame of urban area units for use in sample surveys in urban areas. ഈ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ് മെയിനായിട്ട് ഓൾ ഇന്ത്യ ബേസിസിൽ സാമ്പിൾ സർവേസ് നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അപ്പം ഇതാണ് നമ്മൾ സോഷ്യോ എക്കണോമിക് സർവേസ് കണ്ടക്ട് ചെയ്യുന്നു, ക്രോപ്പ് സർവേസ് കണ്ടക്ട് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ സർവേസ് കണ്ടക്ട് ചെയ്യുന്നു യൂസിങ് സാമ്പിൾ സർവേസ്. The NSSO has 4 divisions: Survey Design and Research Division SDRD, Field Operations Division FOD, Data Processing Divisions DPD, Coordination and Publication Division CPD. 14th question. Define primary data. What are the various methods of collecting primary data? Primary data are those collected by the investigator himself for the first time for a specific purpose, and hence they are original in character. It is a first hand data. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളാണ് ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ പഠനത്തിന് ആവശ്യമുള്ള ഡാറ്റ അയാൾ തന്നെ കളക്ട് പറഞ്ഞാൽ അയാളോ അയാൾ നിയോഗിക്കുന്ന എന്യൂമറേറ്റേഴ്സോ ത്രൂ കളക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രൈമറി ഡാറ്റ. അവനവന് ആവശ്യമുള്ള ഡാറ്റ അവരെന്നെ കളക്ട് ചെയ്യുന്നു. അത്തരം ഡാറ്റേനെ നമ്മൾ എന്ത് പറയുന്നു? പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. നമ്മൾ വേറെ ആരും കളക്ട് ചെയ്ത് വെച്ച ഡാറ്റയല്ല ഉപയോഗിക്കുന്നത്. അത്തരം ഡാറ്റയെ നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്നാണ് പറയുന്നത്. സം ഓഫ് ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ ആർ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, സെക്കൻഡ് വൺ ഇസ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ടെലിഫോൺ ഇൻ്റർവ്യൂയിങ്, ലോക്കൽ കറസ്പോണ്ടൻസ് ആൻഡ് യൂസിങ് ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. അപ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? In this method, data is collected directly from the informants by personal interviewing. ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത്. ദ ഇൻ്റർവ്യൂവർ ഹാസ് ടു ബി ഓൺ ദ സ്പോട്ട് ഫോർ കണ്ടക്ടിങ് ദിസ് ഇൻക്വയറി ആൻഡ് ഹി ഹാസ് ടു മീറ്റ് ദ പീപ്പിൾ ഫ്രം ഹും ദ ഡാറ്റ ആർ ടു ബി കളക്റ്റഡ്. അപ്പം നേരിട്ട് ഡയറക്റ്റായിട്ടുള്ള പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. നേരിട്ട് ഇൻ്റർവ്യൂവർ ചെന്നിട്ട് ഡാറ്റ ശേഖരിക്കുന്നതാണ് ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ. Indirect oral investigation. In this method, data are collected from second parties who are in touch with the facts under the inquiry. These persons are called witnesses. അപ്പോൾ നേരിട്ടിട്ട് പിന്നെ ആളുകളുടെ അടുത്തുനിന്ന് ഡാറ്റ ശേഖരിക്കാതെ അവരായിട്ട് കണക്ഷനുള്ള സെക്കൻഡ് പാർട്ടീസിൻ്റെ അടുത്ത്, അവരെ നമ്മൾ വിറ്റ്നസ്സസ് എന്ന് പറഞ്ഞു, അവരുടെ അടുത്തു നിന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നതെങ്കിൽ ദറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ. അതർ വൺ ഇസ് ടെലിഫോൺ ഇൻ്റർവ്യൂ. ഇപ്പോൾ ടെലിഫോൺ ഉപയോഗിച്ചിട്ട് ടെലിഫോണിലൂടെ വിവരങ്ങൾ ശേഖരിക്കുക. ഇൻ ദിസ് മെത്തേഡ് ഡാറ്റ ഈസ് കളക്റ്റഡ് ത്രൂ ടെലിഫോൺ കോൾസ്. ദിസ് മെത്തേഡ് ഹാസ് ദ അഡ്വാൻറ്റേജ് ഓഫ്
partial anonymity of the respondent because he or she does not meet the interviewer face to face. The scope of this method is restricted to short surveys like opinion polls. അപ്പോൾ ടെലിഫോണിലൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴുള്ള സൗകര്യം നമ്മൾ റെസ്പോണ്ടൻസ് നമുക്ക് മറുപടി തരേണ്ട ആളുകൾ നമുക്ക് നേരിട്ട് കാണുന്നില്ല, അവരൊരു മറഞ്ഞിരുന്നിട്ട് ഒരു മറുപടി തരികയാണ്. അപ്പോൾ കുറച്ചും കൂടി ധൈര്യത്തിൽ ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. ഇത്തരം ഡാറ്റയുടെ സ്കോപ്പ് എന്ന് പറയുന്നത് ചെറിയ സർവേസിനൊക്കെയാണ്. ലോക്കൽ കറസ്പോണ്ടൻസ്. In this method, the data is not directly collected by the enumerator but are provided by local correspondents. Such data are not very reliable. Therefore, this method can be applied when high degree of precision is not necessary. This method has the advantage of being least expensive and convenient. അതായത് ലോക്കൽ കറസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് ചെന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കാതെ ആ പ്രദേശത്തുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് കറസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇപ്പം പത്രങ്ങളൊക്കെ ചിലപ്പോൾ ലോക്കലായിട്ടുള്ള കറസ്പോണ്ടൻസിൻ്റെ അടുത്ത് വിവരങ്ങൾ ശേഖരിക്കും. അത്തരം വിവരശേഖരണമാണ് ലോക്കൽ കറസ്പോണ്ടൻസ് വഴി നമ്മൾ നടത്തുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് യൂസിങ് ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. In this method, data is collected from informants by mailing questionnaires to them or by enumerators using schedules. അപ്പം ക്വസ്റ്റ്യനെയർ ആൻഡ് ഷെഡ്യൂളിൽ ആളുകൾക്ക് നമ്മൾ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിൻറ്റഡ് ഓർ റിട്ടേൺ ക്വസ്റ്റ്യൻസ് ആണ് വിത്ത് ചോയ്സ് ഓഫ് ആൻസേഴ്സ് വിച്ച് ആർ ഡിസൈൻ ഫോർ ദ പർപ്പസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്. ഇപ്പോൾ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാകും, കുറേ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് സെലക്ട് ചെയ്യാനുള്ള ആൻസേഴ്സുമായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്തത് ആളുകൾക്ക് നമ്മൾ മെയിൽ ചെയ്ത് കൊടുത്തിട്ട് അവർ മറുപടി നമ്മൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്യൂമറേറ്റേഴ്സ് ഷെഡ്യൂൾസും ഇതേമാതിരത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അതുകൊണ്ടായിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. A schedule is also a set of printed or written questions to be asked to the informants, but it is filled by the enumerator. വിവരങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആൾ തന്നെയാണ് ഷെഡ്യൂളിൽ വിവരങ്ങൾ ഫില്ല് ചെയ്യുന്നത്. ക്വസ്റ്റ്യനെയറിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന റെസ്പോണ്ടൻസ്, ഉത്തരം തരേണ്ട ആളുകൾ തന്നെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം രീതികളിലൊക്കെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്നത്.